ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു അത്യുഗ്രൻ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. പുളിമുളക്. പുളിയിഞ്ചി എന്നെല്ലാവരും കേട്ടിരിക്കും. ഇതതുപോലെ പുളിമുളക്. കാണുമ്പോൾ തന്നെ നാവിൽ വെള്ളം ഊരില്ലേ? ഓക്കെ, നമുക്കിപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ ഒരു 250 ഗ്രാം പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ ഓരോ പച്ചമുളകിനെയും നീളവാക്കിൽ കട്ട് ചെയ്തെടുക്കണം. ഇതൊരു ഹെൽത്തി റെസിപ്പി ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ടേസ്റ്റിൽ കിടിലനാണ്. എപ്പോഴെങ്കിലും വല്ലപ്പോഴും ഒക്കെ കഴിക്കാം. കാരണം അത് അത്രയ്ക്ക് എരിവാണ്. എരിവിൻ്റെ അട്ടഹാസം അങ്ങനെ തന്നെ പറയാം. ഇപ്പോൾ എല്ലാ പച്ചമുളകും കീറിയെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു കടായിൽ എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതാവുമ്പോൾ ഒത്തിരി നാൾ കേടുകൂടാതെ സൂക്ഷിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിൽ 2 സ്പൂൺ കടുക്, 1 സ്പൂൺ വെന്തയം അഥവാ ഉലുവ, കുറച്ച് കറിവേപ്പില എന്നിവയിട്ട് അത് പൊട്ടി വരുമ്പോൾ കീറി വച്ചിരിക്കുന്ന പച്ചമുളകും അതിനാവശ്യമായ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണയിൽ കിടന്ന് ഗ്രീൻ ചില്ലി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിനാവശ്യമായ പുളി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ ലെമൺ സൈസിൻ്റെ അളവിന് പുളിയെടുത്ത് കുതിർക്കാൻ വച്ചിരുന്നു. അതാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഒപ്പം 3 സ്പൂൺ ശർക്കര കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെയാണ് നല്ല ടേസ്റ്റ് വരും. കാരണം അല്ലെങ്കിൽ വായിൽ വയ്ക്കാൻ പറ്റില്ല, അത്ര എരിവായിരിക്കും. സോ ഈ പുളിപ്പും എരിവും മധുരവും എല്ലാം കൂടെ ആകുമ്പോൾ അടിപൊളിയായിരിക്കും. കുറച്ച് നേരം ഞാനിത് അടച്ചിട്ട് വേവിച്ചു. ഇപ്പോൾ ഇതാ സെറ്റായിട്ടുണ്ട്. അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. ഇത് ചോറിനോ ദോശയ്ക്കോ ഇഡ്ഡലിക്കോ എന്തിനും ചപ്പാത്തിക്ക് കൂടെ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി. കിടിലനാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. പക്ഷേ അധികമാവാൻ പാടില്ല, ഇത് എരിവാണ്. സോ പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഉഗ്രനായിരിക്കും. എല്ലാവരും ചെയ്ത് നോക്കൂ. പറയുമ്പോഴേ നാവിൽ വെള്ളം ഊറുന്നു. എനിക്ക് അത്ര ടേസ്റ്റായിരിക്കും. ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്യാൻ പോകുന്നു. ഒന്ന് ടേസ്റ്റ് നോക്കാം. എൻ്റെ DOPക്ക് തന്നെ കൊടുത്തു നോക്കാം. എൻ്റെ ഉടയ തമ്പ്രാനാണേ. അമേസിങ്. പക്ഷേ ഇനിയിപ്പില്ലെങ്കിൽ കഴിക്കാൻ പറ്റില്ല. കൊള്ളാം, അടിപൊളി. ഇനി കുറച്ചുകൂടെ ചോറ് വെച്ച് കറിയിട്ടുണ്ട്. സൂപ്പറാണ്. എല്ലാവരും ചെയ്തു. അമേസിങ്.